ചെന്നൈയിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ ഞാനിപ്പോൾ സെലിബ്രിറ്റികളുടെ വാസയിടമായ പോയസ് ഗാർഡൻ എന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. പോയസ് ഗാർഡൻ എല്ലാ മലയാളികൾക്കും സുപരിചിതമാണ്. ജയലളിതയുടെ വീട് ഇവിടെയായിരുന്നു എന്നതിനാലാണത്. ജയലളിത മാത്രമല്ല, രജനീകാന്ത്, ധനുഷ്, നയൻതാര എന്നിങ്ങനെ നിരവധി സിനിമാക്കാരും ഇവിടെ വസിക്കുന്നുണ്ട്. ഇവിടം പ്രൈവസിയുള്ള പ്രദേശവും സുരക്ഷ കൂടുതലുള്ള സ്ഥലവുമായതുകൊണ്ടുകൂടിയാവാം അവരെല്ലാം താമസത്തിനായി ഇവിടം തിരഞ്ഞെടുത്തത്. ചെന്നൈയിലെ വലിയ ധനാഢ്യന്മാരെല്ലാം ഈ പോയസ് ഗാർഡനിൽ വസിക്കുന്നുണ്ട്. വലിയൊരു ഏരിയയാണിത്. 19-ാം നൂറ്റാണ്ടിൽ പോ എന്നു പേരുള്ള ഒരു ഇംഗ്ലീഷുകാരന്റെ വലിയൊരു എസ്റ്റേറ്റ് ആയിരുന്നു ഇവിടം. അങ്ങനെയാണ് പോയസ് ഗാർഡൻ എന്ന പേര് ലഭിക്കുന്നത്. പിന്നീട് ബിന്നി ആൻഡ് കമ്പനി എന്ന ഷിപ്പിംഗ് കമ്പനി ആ എസ്റ്റേറ്റ് ഏറ്റെടുത്തു. 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് എസ്റ്റേറ്റ് ചെറിയ റെസിഡൻഷ്യൽ പ്ലോട്ടുകളായി വിൽക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ വീടുകൾ മാത്രമല്ല, നിരവധി ഓഫീസുകളും മറ്റുമുണ്ട് ഇവിടെ. നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി നഗർ പോലെയൊക്കെയുള്ള ഒരു പ്രദേശം. ചെന്നൈയിലെ ഏറ്റവും പ്രതാപികൾ വസിക്കുന്ന പ്രദേശം എന്നതാണ് പ്രത്യേകത. പോയസ് ഗാർഡനിലൂടെ ആദ്യം ഒന്ന് കറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ജയലളിതയുടെ വീട് കാണാനാണ്. ഇത് ജയലളിതയുടെ വീട്ടിലേക്കുള്ള റോഡാണ്. ഒരു കാലത്ത് ഈ റോഡിലൊന്നും സാധാരണക്കാർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഈ കാണുന്ന കല്ലുകെട്ടിയ മതിൽ തുടങ്ങുന്നത് മുതൽ ജയലളിതയുടെ പുരയിടമാണ്. ഇടതുവശത്ത് ഈ മതിൽക്കെട്ടിനകത്താണ് ജയലളിതയുടെ വേദനിലയം എന്നറിയപ്പെടുന്ന വീട്. വീട് പൂട്ടിയിട്ടിരിക്കുകയാണിപ്പോൾ. ആ വീടിനു ചുറ്റും ഞാനൊന്ന് കറങ്ങുകയാണ്. ചുറ്റും കൂറ്റൻ മതിൽ, 2 ആൾ പൊക്കമുണ്ടതിന്. കോട്ട പോലെയുള്ള ആ മതിലിനകത്താണ് ജയലളിതയുടെ വീട്. അത് ശരിക്കും കാണാനൊന്നുമാവില്ല. വീടിന്റെ പിൻഭാഗത്തെ ഒരു വശമാണ് മുകളിൽ കാണുന്നത്. ഇവിടെയാണ് ജയലളിത ആശുപത്രിയിൽ മരണശയ്യയിലാകും വരെ ജീവിച്ചത്. എത്രയോ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയ വീടാണിത്. ഇവിടെ നിന്ന് പോലീസ് ജയലളിതയെ പിടിച്ചുകൊണ്ടു പോവുക വരെ ചെയ്തിട്ടുണ്ട്. ആ വീടിന്റെ നേരെ എതിർവശത്ത് ഈ കാണുന്നതാണ് VK ശശികലയുടെ വീട്. ഒരു റോഡിന്റെ 2 വശത്തുമായിട്ടാണ് തലൈവിയുടെയും തോഴിയുടെയും വീടുകൾ. ഇടത്ത് ശശികലയുടെയും വലത്ത് ജയലളിതയുടെയും വീടുകൾ. അവിടെ സെക്യൂരിറ്റിയൊക്കെയുണ്ട്. ഗേറ്റ് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണെങ്കിലും ആരാധകരായ സ്ത്രീകൾ ഗേറ്റിലെ ആ പൊത്തിൽ കൂടി അകത്തേക്ക് എത്തി നോക്കുന്നു. നേരെ എതിർവശത്ത് ശശികല അടുത്ത കാലത്ത് പണിത പുതിയൊരു വീടാണിത്. 1 ഏക്കറിൽ കൂടുതൽ സ്ഥലം അവർക്കിവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജയലളിത ഇല്ലം 95 പോയസ് ഗാർഡൻ എന്നാണ് മുന്നിലെ ബോർഡ്. കാർ ഒന്ന് തിരിഞ്ഞു വരുമ്പോൾ അതാണ് ജയലളിതയുടെ വീടിന്റെ അകലെ നിന്നുള്ള കാഴ്ച. അവിടെ ആ ടെറസിൽ പന്തല് പോലുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ നിന്നുകൊണ്ട് ജയലളിത റോഡിൽ നിൽക്കുന്ന അനുഭാവികളെ അഭിവാദ്യം ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. എത്രയോ വാർത്തകളിൽ സ്ഥാനം പിടിച്ച ആ വീടിന്റെ അകലെ നിന്നുള്ള ഒരു കാഴ്ച ഇതാണ്. അവിടെയായിരുന്നു ജയലളിത രാജ്ഞി കണക്കെ ജീവിച്ചിരുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ നേരെ മുന്നിൽ ചാരക്കളറുള്ള ഒരു കെട്ടിടമുണ്ട്. അതായിരുന്നു ജയ ടിവിയുടെ ആസ്ഥാനം. ജയ ടിവി പിന്നീട് പൂട്ടിപ്പോയി. ജയ ടിവിയുടെ ആസ്ഥാനവും ജയലളിതയുടെ വീടും അടുത്തടുത്താണ്. അത് കഴിഞ്ഞു ചെല്ലുമ്പോൾ ഇളം ബ്രൗൺ കളറിൽ ഒരു കെട്ടിടം കാണാം. അതാണ് രജനീകാന്തിന്റെ വീട്. അകലെ നിന്ന് ഞാനത് ഷൂട്ട് ചെയ്തു. അവിടേക്ക് വണ്ടി വിടില്ല. സെക്യൂരിറ്റിയൊക്കെയുണ്ട്. നിരവധിയായ പ്രമുഖ വ്യക്തികൾ താമസിക്കുന്ന സ്ഥലമാണ് ഇത്. കാർ മൗണ്ട് റോഡിലേക്ക് കയറി. മൗണ്ട് റോഡിലൂടെ പോകുമ്പോൾ വലതുവശത്ത് കാണുന്നത് കോർട്ട്യാർഡ് ബൈ മാരിയറ്റ് എന്ന 5 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ അത്തരം ധാരാളം ഹോട്ടലുകളുണ്ട്. ഇപ്പോൾ ഇടതുവശത്ത് കാണുന്നത് ഹയത്ത് റീജൻസി ഹോട്ടലാണ്, മറ്റൊരു സ്റ്റാർ ഹോട്ടൽ. അതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെയിരുന്നു. കുറച്ചുകൂടി ചെന്നു കഴിയുമ്പോൾ ഇടതുവശത്ത് അണ്ണാ അറിവാലയം എന്നൊരു മന്ദിരമുണ്ട്. DMKയുടെ ആസ്ഥാനമാണത്. മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇടയ്ക്കിടയ്ക്കെല്ലാം വരുന്ന സ്വന്തം പാർട്ടി ഓഫീസ്. കലൈഞ്ചർ ടിവിയും അതിനകത്താണ് പ്രവർത്തിക്കുന്നത്. 60കളിലും 70കളിലും പണിത വലിയ ബംഗ്ലാവുകളൊക്കെ പോകുന്ന വഴിക്ക് പലയിടത്തും കാണാം. അടുത്തതായി ഞങ്ങൾ MGRന്റെ വീട് കാണാനാണ് പോകുന്നത്. MGR ആദ്യകാലത്ത് വസിച്ചിരുന്ന വീട്. ഇതാണ് MGR മെമ്മോറിയൽ ഹൗസ്. MGR ചാരിറ്റീസ് എന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് ഇപ്പോൾ ഇത് നോക്കി നടത്തുന്നത്.
ടി നഗർ എന്നറിയപ്പെടുന്ന ത്യാഗരാജ നഗറിലാണ് വീട്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ MGRന്റെ ഔദ്യോഗിക വസതി ഇതായിരുന്നു. ഇപ്പോൾ വീടിന്റെ ഒരു ഭാഗം ഒരു മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതാണ് ഡെക്കാത്തലൺ സ്പോർട്സിന്റെ ടി നഗറിലെ കേന്ദ്രം. സമ്പന്നരുടെ ഒരു ഷോപ്പിംഗ് ഏരിയ കൂടിയാണിവിടം. ഈ ഭാഗം പോണ്ടി ബസാർ എന്നാണ് അറിയപ്പെടുന്നത്. ചെന്നൈയിലെ പ്രമുഖമായ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റാണ് പോണ്ടി ബസാർ. സുന്ദര പാണ്ഡ്യനാർ അങ്ങാടി എന്ന് മുൻപറിയപ്പെട്ടിരുന്ന സ്ഥലം. വലിയ വൃക്ഷങ്ങൾ തണൽ വീഴ്ത്തി നിൽക്കുന്നു. വളരെ രസകരമായ ഒരു ആംബിയൻസ് ആണിവിടെ. ഇതാണ് ഇന്ത്യൻ കിങ് മേക്കറും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിരുന്ന കാമരാജിന്റെ വീട്. 2.5 കോടി രൂപ ചെലവിൽ അത് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അത് പിന്നിട്ട് വള്ളുവർ കോട്ടം എന്ന സ്ഥലത്തേക്കെത്തുന്നു. വള്ളുവർ കോട്ടം ഒരു സ്മാരകവും കൾച്ചറൽ സെന്ററുമാണ്. വള്ളുവർ കോട്ടത്തിന്റെ മെയിൻ എൻട്രൻസ് ഇതാണ്. ഇപ്പോൾ ഇവിടെ ആളുകളെ അകത്തേക്ക് കയറ്റിവിടുന്നില്ല. നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഷൂട്ട് ചെയ്തതിന്റെ പിറ്റേ ദിവസമായിരുന്നു നവീകരിച്ച വള്ളുവർ കോട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി സ്റ്റാലിൻ നിർവഹിച്ചത്. ശരിക്കും ആ കാണുന്ന കൽരഥമാണ് വള്ളുവർ കോട്ടം. തമിഴ് കവിയും തത്വചിന്തകനുമായിരുന്ന തിരുവള്ളുവർക്കുള്ള സ്മാരകം. അതിനോടനുബന്ധിച്ചാണ് തമിഴ് കൾച്ചറൽ സെന്റർ. നിരവധിയായ സെമിനാറുകളും എക്സിബിഷനുകളും പൊതുപരിപാടികളുമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണിത്. 1970കളിൽ മുഖ്യമന്ത്രിയായിരുന്ന M. കരുണാനിധിയുടെ മനസ്സിൽ ഉദിച്ച ആശയമായിരുന്നു ചെന്നൈ നഗരത്തിൽ തിരുവള്ളുവർക്ക് ഇങ്ങനെയൊരു സ്മാരകം പണിയണമെന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖനായ ട്രഡീഷണൽ ആർക്കിടെക്ട് V. ഗണപതി സ്ഥപതിയെയാണ് അതിന്റെ ഡിസൈനിംഗ് ഏൽപ്പിച്ചത്. കന്യാകുമാരിയിലെ തിരുവള്ളുവർ പ്രതിമ ഡിസൈൻ ചെയ്തതും ഗണപതി സ്ഥപതിയായിരുന്നു. 1976ൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലിയാണ് സ്മാരകവും കൾച്ചറൽ സെന്ററും ഉദ്ഘാടനം ചെയ്തത്. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ മഹാലിംഗപുരത്തേക്കെത്തി. ഇവിടെ ഒരു ഗുരുവായൂരപ്പൻ ക്ഷേത്രമുണ്ട്. കൂടാതെ ഒരു അയ്യപ്പ ക്ഷേത്രവും. ഇവിടെ ഞാൻ ഇനി പോകുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വീട് കാണാനാണ്. മലയാളത്തിന്റെ നിത്യഹരിത നായകനായിരുന്ന പ്രേം നസീർ താമസിച്ചിരുന്ന വീട്. എന്റെ കൂടെയുള്ള സുഹൃത്ത് സെന്നിക്ക് ആ വീടറിയാം. അവിടേക്ക് പോകുമ്പോൾ മുന്നിൽ ശരണമയ്യപ്പ എന്നെഴുതിയ ഒരു പടിപ്പുര കാണാം. 2 ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമാണിത്. ഗുരുവായൂരപ്പന്റെയും അയ്യപ്പന്റെയും ക്ഷേത്രങ്ങൾ. ഇവിടെ കുറച്ചുള്ളിലേക്ക് പോകണം പ്രേം നസീറിന്റെ വീടിനടുത്തെത്താൻ. അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്ന കാലത്തെ രീതിയൊക്കെ മാറിയിരിക്കുന്നു. കൂടുതൽ അപ്പാർട്ട്മെന്റുകൾ വന്നു. അന്നത്തെ പല സമ്പന്ന വീടുകളും പൊളിച്ചുകളഞ്ഞ് അവിടെയെല്ലാം പല നിലകളുള്ള അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ വന്നുകഴിഞ്ഞു. പക്ഷേ പ്രേം നസീറിന്റെ വീടിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇടതുവശത്ത് കാണുന്നതാണ് പ്രേം നസീറിന്റെ വീട്. ഈ മഞ്ഞ പെയിന്റടിച്ച വീട്. ഇന്നത് വലിയ പ്രൗഢമന്ദിരമൊന്നുമല്ല, ഒരു സാധാരണ വീട്. പക്ഷേ ഈ വീട്ടിലാണ് മലയാളികളുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ പ്രേം നസീർ ദീർഘകാലം വസിച്ചിരുന്നത്. അദ്ദേഹം നടനായതിനു ശേഷം ചെന്നൈയിൽ വന്ന് താമസിച്ചതിൽ കൂടുതൽ കാലവും ഇവിടെ തന്നെയായിരുന്നു. നമ്മൾ അതിനു മുൻപിൽ കൂടിയൊന്ന് വട്ടം കറങ്ങി. ഞങ്ങൾ യാത്ര തുടർന്നു. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോടമ്പാക്കം ഓവർ ബ്രിഡ്ജിലേക്കാണ്. ചെന്നൈയിൽ ജീവിച്ച പ്രശസ്തരായ പലരുടെയും ആത്മകഥയിൽ നിരന്തരം പ്രതിപാദിക്കുന്നതാണ് കോടമ്പാക്കത്തെ ഓവർ ബ്രിഡ്ജ്. ഈ ഓവർ ബ്രിഡ്ജ് ഇറങ്ങിച്ചെല്ലുന്നതോടുകൂടി കോടമ്പാക്കം എന്ന ഒരു സ്വപ്ന നഗരത്തിലേക്ക് എത്തുകയാണ്. 1950കൾ മുതൽ 2000 ആണ്ട് വരെ ദക്ഷിണേന്ത്യൻ സിനിമയുടെ തലസ്ഥാനമായിരുന്നു ഇവിടം. അവിടുത്തെ മുരുകൻ ക്ഷേത്രമാണ് വലതുവശത്ത് കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ പൂജിച്ചായിരുന്നു മദ്രാസിൽ നിന്നും ഫിലിം പെട്ടികൾ രാജ്യത്തിന്റെ പല ഭാഗത്തേക്ക് പോയിരുന്നത്. ഈ തെരുവുകളിലൂടെ നടക്കാത്ത മലയാള സിനിമാ നടന്മാരും നടിമാരും ഒരു കാലത്ത് തീരെ കുറവായിരുന്നു. അഭിനേതാക്കൾ സംവിധായകരാകാനും ഗാനരചയിതാക്കളാകാനും സംഗീത സംവിധായകരാകാനും ഗായകരാകാനുമെല്ലാം മോഹിച്ച് മദ്രാസിലെത്തിയവർ വെയിലുകൊണ്ട് വിയർത്തു കുളിച്ച് നടന്ന തെരുവുകളാണ് ഇതൊക്കെ. വലിയ പ്രതീക്ഷയോടെ ഇവിടെയെത്തി നിരാശയോടെ നടന്നവർ, സിനിമയിൽ ഒരു അവസരം കിട്ടിയതിന്റെ ആഹ്ലാദത്തിൽ നടന്നവർ, അവരെല്ലാം കടന്നുപോയ തെരുവുകളാണിത്. ഇത് രജനീകാന്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കല്യാണ മണ്ഡപമാണ്. അതും പിന്നിട്ടു പോകുമ്പോൾ ഈ കോടമ്പാക്കത്തെ കഥകളാണ് മനസ്സിൽ നിറയുന്നത്. കൂടുതലും പരാജയ കഥകളായിരുന്നു.
ഇവിടെ വന്ന് വിജയിച്ചവരായി നമ്മൾ അറിയുന്നത് ഒരു 100 പേരാണെങ്കിൽ പരാജയപ്പെട്ടവർ ആയിരങ്ങളാണ്. നാട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചു വന്ന് ഒന്നുമാകാതെ ഇവിടെ കിടന്ന് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്. ഇവിടെ പെട്ടിക്കടയിട്ടും പല പല ചെറു തൊഴിലുകളിലേർപ്പെട്ടും ഇവിടെ തന്നെ ജീവിതം തുടർന്നവരുമുണ്ട്. ഈ കോടമ്പാക്കത്തെ പല ചെറുകിട കച്ചവടക്കാരും ഓട്ടോറിക്ഷക്കാരും പല തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും സിനിമാ സ്വപ്നങ്ങളുമായി ഇവിടെ വന്ന് എങ്ങും എത്താതെ പോയവരാണെന്ന് പറയാറുണ്ട്. ഒരു കാലത്ത് സ്റ്റുഡിയോകളോ സിനിമാ സംബന്ധമായ ലാബുകളോ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസുകളോ ആയിരുന്ന പലതും ഇന്ന് അപ്പാർട്ട്മെന്റുകളും കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുമൊക്കെയായി മാറിയിരിക്കുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി. ദക്ഷിണേന്ത്യയുടെ ചലച്ചിത്ര ആസ്ഥാനം എന്ന സ്ഥാനം ചെന്നൈക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞല്ലോ. ഓരോ ഭാഷയിലെയും സിനിമ അതാത് സംസ്ഥാനങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടു കഴിഞ്ഞു. മലയാള സിനിമ കൊച്ചിയിലേക്ക് വന്നു. തെലുങ്ക് സിനിമ ഹൈദരാബാദിൽ കേന്ദ്രീകരിച്ചു. അതോടെ ചെന്നൈയുടെ പ്രതാപം പോയി. ഇന്ന് ചെന്നൈയിൽ പ്രധാനമായും തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ മാത്രമാണ് നടക്കുന്നത്. ഞങ്ങളിപ്പോൾ വടപളനിയിലാണ് എത്തിയിരിക്കുന്നത്. വടപളനി മുൻപ് ഫിലിം സ്റ്റുഡിയോകളുടെ ഒരു കേന്ദ്രമായിരുന്നു. പ്രസാദ് സ്റ്റുഡിയോ, വിജയ കളർ ലാബ്, AVM സ്റ്റുഡിയോ, ഭരണി സ്റ്റുഡിയോ, ഇങ്ങനെ പല പല സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നതാണ്. പല സ്റ്റുഡിയോകളും ഇരുന്ന സ്ഥലത്ത് ഇന്ന് വമ്പൻ മാളുകളും മറ്റു സ്ഥാപനങ്ങളും വന്നു കഴിഞ്ഞു. ഇതൊക്കെ അത്തരത്തിലുള്ള മാളുകളാണ്. നെക്സസ് വിജയ മാളാണ് വലതുവശത്ത് കാണുന്നത്. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ 100-ലധികം ഷോപ്പുകളുണ്ട് അതിൽ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. വലതുവശത്ത് വിജയ ഹോസ്പിറ്റൽ. അത് പഴയ വിജയവാഹിനി സ്റ്റുഡിയോ ആയിരുന്നു. ദാദാസാഹിബ് അവാർഡ് നേടിയ B. നാഗിറെഡ്ഡിയുടേതായിരുന്നു വിജയവാഹിനി സ്റ്റുഡിയോ. അത് ആശുപത്രിയായി മാറിയിരിക്കുന്നു. 2000 ആണ്ടായപ്പോഴേക്കും തെന്നിന്ത്യൻ സിനിമയുടെ തലസ്ഥാനമെന്ന ചെന്നൈയുടെ പ്രതാപത്തിന് മങ്ങലേറ്റു തുടങ്ങിയിരുന്നു. അതോടെ വലിയ സ്റ്റുഡിയോ കോംപ്ലക്സും ഇൻഡോർ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഫെസിലിറ്റികളുമൊക്കെ അനാവശ്യമായി വന്നു. അവ മറ്റു സ്ഥാപനങ്ങളായി മാറി. ഡിജിറ്റൽ മൂവി മേക്കിംഗിന്റെ കാലമായതോടെ ചെന്നൈയിലെ വൻകിട ഫിലിം പ്രോസസ്സിംഗ് കമ്പനികൾക്കും അന്ത്യമായി. വടപളനിയിലെ പ്രശസ്തമായ AVM സ്റ്റുഡിയോയുടെ സമീപത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. മുന്നിൽ കാണുന്നത് വലിയൊരു ഹോസ്പിറ്റലാണ്. AVM സ്റ്റുഡിയോയുടെ അകത്താണ് അത് പണിതിരിക്കുന്നത്. കാവേരി ഹോസ്പിറ്റൽ. AVMന്റെ ലോഗോ അവിടെ കാണാം. എത്രയോ സിനിമകളുടെ തുടക്കത്തിൽ കണ്ട ലോഗോ. അതിനപ്പുറത്ത് കാവേരി ഹോസ്പിറ്റൽ. ഇവിടെ AVM സ്റ്റുഡിയോയുടെ ഫ്ലോറുകളും മറ്റും ഉണ്ടായിരുന്നതാണ്. AVM കോമ്പൗണ്ടിലൂടെയാണ് ഇനി സഞ്ചരിക്കുന്നത്. AVM സ്റ്റുഡിയോസ്, AVM പ്രൊഡക്ഷൻസ് എന്നിവയുടെ പുതിയ ഓഫീസുകൾ. ഈ ഭാഗത്ത് കാണുന്നതെല്ലാം AVMന്റെ വിവിധ സ്ഥാപനങ്ങൾ തന്നെ. അവരുടെ സിനിമ, സീരിയൽ പ്രൊഡക്ഷനുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് മുഴുവൻ AVMന്റെ സ്ഥലമാണ്. ഇത് AVMലെ സെൽവ വിനായകർ ക്ഷേത്രമാണ്. സ്റ്റുഡിയോയ്ക്കകത്ത് പൂജയൊക്കെ നടക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ്. വലിയ അപ്പാർട്ട്മെന്റുകൾ. ഇതെല്ലാം AVMന്റേതാണ്. AVMന്റെ A തിയേറ്റർ, B തിയേറ്റർ, C തിയേറ്റർ എന്നൊക്കെ പറയുമായിരുന്നല്ലോ. ഈ ഇടതുവശത്ത് കാണുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്ന ഫ്ലോറുകളാണ്. ചെട്ടിനാട്ടെ കാരക്കുടിയിൽ നിന്നും മദ്രാസിലെത്തിയ AV മെയ്യപ്പൻ എന്ന ദീർഘദർശി 1945 സ്ഥാപിച്ചതാണ് AVM സ്റ്റുഡിയോസ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോകളിൽ ഒന്നായിരുന്നു അത്. രജനീകാന്ത്, ശിവാജി ഗണേശൻ, രാജ്കുമാർ, SS രാജേന്ദ്രൻ, വൈജയന്തിമാല, കമൽഹാസൻ എന്നിവരെയെല്ലാം ആദ്യമായി സിനിമയിൽ അവതരിപ്പിച്ചത് AVM ആണ്. തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു AV മയ്യപ്പൻ. തമിഴ്, തെലുങ്കു, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലായി 300-ലധികം സിനിമകളാണ് അവർ നിർമ്മിച്ചത്. AVMന്റെ കോമ്പൗണ്ടിൽ നിന്നിറങ്ങി ഇടതുവശത്ത് പഴയ പ്രസാദ് സ്റ്റുഡിയോ കാണാം. ഇപ്പോൾ LV പ്രസാദ് കോളേജ് ഓഫ് മീഡിയ സ്റ്റഡീസ് ആണത്. പഴയ സ്റ്റുഡിയോ ഉണ്ടായിരുന്ന ഭാഗങ്ങളാണിതെല്ലാം. പ്രസാദ് സ്റ്റുഡിയോ, പ്രസാദ് ലാബ്, പ്രസാദ് തിയേറ്റർ എന്നിവയൊക്കെ ഉണ്ടായിരുന്ന ക്യാമ്പസ്. LV പ്രസാദ് എന്ന ആളാണ് അതിന്റെ സ്ഥാപകൻ.
ആന്ധ്രയിൽ നിന്ന് മദ്രാസിലെത്തി സിനിമാ രംഗത്ത് വലിയ വിജയം കൊയ്ത ആളാണ് LV പ്രസാദ്. 1956 അദ്ദേഹം പ്രസാദ് സ്റ്റുഡിയോ സ്ഥാപിച്ചത്. ഇത് ഭരണി സ്റ്റുഡിയോ. നാടോടിക്കാറ്റിലെ ശ്രീനിവാസന്റെ കഥാപാത്രത്തിലൂടെ ഭരണി സ്റ്റുഡിയോ മലയാളികൾക്ക് സുപരിചിതമാണല്ലോ. ഇന്ന് ഭരണി സ്റ്റുഡിയോയുടെ കുറെ ഭാഗങ്ങൾ ഒരു ഇവന്റ് സെന്ററൊക്കെയാക്കി മാറ്റിയിരിക്കുന്നു. AV മയ്യപ്പൻ, LV പ്രസാദ്, ജെമിനി സ്റ്റുഡിയോയുടെ സ്ഥാപകനായ SS വാസൻ എന്നിവരാണ് മദ്രാസിനെ തെന്നിന്ത്യൻ സിനിമയുടെ തലസ്ഥാനമാക്കി മാറ്റിയത്. അവർക്ക് പുറമെ അനേകം പ്രമുഖർ ആ വളർച്ച ദ്രുതഗതിയിലാക്കി. ഞങ്ങളിപ്പോൾ രാമാപുരം എന്ന സ്ഥലത്തേക്കെത്തിയിരിക്കുന്നു. മദ്രാസിൽ ഒരു കാലത്ത് ധാരാളം മലയാള സിനിമാ നടന്മാരും താമസിച്ചിരുന്നു. മമ്മൂട്ടി ദീർഘകാലം ഇവിടെയായിരുന്നു. മോഹൻലാൽ ഉണ്ടായിരുന്നു. ജയറാമിന്റെ വീട് ഇപ്പോഴും ഇവിടെയാണ്. പഴയ തലമുറയിലെ പ്രേം നസീർ, ബഹദൂർ, ഷീല, KP ഉമ്മർ, സത്യൻ, തിക്കുറിശി, സുകുമാരി തുടങ്ങി ഒട്ടേറെ പേർ ചെന്നൈയിലായിരുന്നു വസിച്ചിരുന്നത്. കാരണം അന്ന് ചെന്നൈയെ ചുറ്റിപ്പറ്റിയായിരുന്നു സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. TCS അഥവാ ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ ക്യാമ്പസാണ് ഈ ഇടതുവശത്ത് കാണുന്നത്. ഇന്ത്യയിലെ IT ഭീമന്മാരിൽ ഒന്നായ അവർക്ക് ഇന്ത്യയുടെ പല നഗരങ്ങളിലും ഇത്തരം വമ്പൻ ക്യാമ്പസുകളുണ്ട്. വേറിട്ട ശൈലിയിലാണ് TCSന്റെ ബിൽഡിംഗ്. TCS കഴിഞ്ഞു ചെല്ലുമ്പോൾ ഒരു സെമിത്തേരിയുടെ സമീപത്തേക്കെത്തുന്നു. മദ്രാസ് വാർ സെമിട്രി എന്നാണ് ഇതറിയപ്പെടുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ മരിച്ച 856 കോമൺവെൽത്ത് സൈനികർക്കുള്ള സ്മാരകശിലയാണ് ഇവിടെയുള്ളത്. ഇതാണ് അതിന്റെ എൻട്രൻസ്. പക്ഷേ അകത്ത് എന്തോ റിപ്പയറിംഗ് നടക്കുന്നതുകൊണ്ട് ഈ എൻട്രൻസിലൂടെ ആളുകളെ കയറ്റിവിടുന്നില്ല. 1952 ഒരു യുദ്ധസ്മാരകം എന്ന നിലയിൽ ഇവിടം ഒരുക്കിയെടുത്തത്. ബ്രിട്ടൻ ആസ്ഥാനമായുള്ള കോമൺവെൽത്ത് വാർ ഗ്രേവ്സ് കമ്മീഷനാണ് 2.25 ഏക്കർ സ്ഥലത്ത് ഈ സെമിട്രി ഒരുക്കിയത്. അവരും ഇന്ത്യ ഗവൺമെന്റും ചേർന്നാണ് ഇത് പരിപാലിക്കുന്നതും. 1939 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ സ്മാരകമാണിത്. ബ്രിട്ടീഷ് കോളനികളായിരുന്ന നാടുകളിലെ ആളുകളുടെ സ്മാരക ഫലകങ്ങളാണ് ഇതിൽ മുഴുവൻ. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളുമെല്ലാമുണ്ട്. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗമായി പല നാടുകളിൽ യുദ്ധത്തിനു പോയി മരിച്ചവരാണ് അവരെല്ലാം. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടം വളരെ ഭംഗിയോടെ സംരക്ഷിക്കുന്നുവെന്നതാണ്. പുൽത്തകിടിയും പൂപ്പന്തലുമൊക്കെയായി വൃത്തിയോടെയും ഭംഗിയോടെയും ഒരുക്കിയ ഒരു സെമിത്തേരി. ഇന്ത്യയിൽ തന്നെ ഇത്രയും വൃത്തിയോടെ പരിപാലിക്കുന്ന മറ്റൊരു സെമിത്തേരിയുണ്ടോ എന്ന് സംശയമാണ്. മറ്റേതോ രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അമേരിക്കയിലും ഞാൻ ഇത്തരം വാർ സെമിട്രികൾ കണ്ടിട്ടുണ്ട്. അതേ വിധം തന്നെയാണ് ഇവിടവും ഒരുക്കിയിരിക്കുന്നത്. ഞാൻ അവിടെ നിന്നിറങ്ങി യാത്ര തുടരുമ്പോൾ കത്തിപ്പാറ ഫ്ലൈ ഓവറുകളുടെ കോംപ്ലക്സിലേക്ക് എത്തുന്നു. കത്തിപ്പാറ അർബൻ സ്ക്വയർ എന്ന ഭാഗം. തലങ്ങും വിലങ്ങും പോകുന്ന ഫ്ലൈ ഓവറുകൾ ഇപ്പോഴും പണി തുടരുന്നുമുണ്ട്. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ലോവർ ലീഫ് ഫ്ലൈ ഓവറാണ് ഇതെന്നോർക്കണം. കത്തിപ്പാറ ഫ്ലൈ ഓവർ കഴിഞ്ഞ് ഗിണ്ടി ഏരിയയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ചെന്നൈ സഞ്ചാരം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. 4 ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു. മലയാളികൾ അധികം കണ്ടിട്ടില്ലാത്ത, ചെന്നൈ നിവാസികളായ മലയാളികളിൽ പലരും പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു. സെന്നി അതിന് വളരെ സഹായകമായി. ദീർഘകാലമായി ഇവിടെ വസിക്കുന്ന ജേർണലിസ്റ്റാണ് സെന്നി. അദ്ദേഹം യാത്ര പറഞ്ഞു. സെന്നിയെ ശ്രീനഗർ കോളനിയിലെ വീടിനടുത്തിറക്കിവിട്ട് ഞാനും രാജുവും എയർപോർട്ടിലേക്ക് യാത്ര തുടർന്നു. ഇവിടെ ഇടതുവശത്ത് കാണുന്ന മതിൽക്കെട്ടിനകത്ത് ഗവർണറുടെ വസതിയാണ്, രാജ്ഭവൻ. ITCയുടെ ഗ്രാൻഡ് ചോള ഹോട്ടലാണ് ഇടതുവശത്ത്. വലിയൊരു 5 സ്റ്റാർ ഹോട്ടലാണ് ITC ഗ്രാൻഡ് ചോള. ഇതിനടുത്താണ് ഞാൻ താമസിച്ച റമദ പ്ലാസ ഹോട്ടൽ. ഇതിവിടുത്തെ ലേ മെറിഡിയൻ ഹോട്ടലാണ്. അങ്ങനെ നിരവധി 5 സ്റ്റാർ ഹോട്ടലുകളും മറ്റു ഫെസിലിറ്റികളും എല്ലാമുണ്ട് ഈ റൂട്ടിൽ. അവിടെ നിന്ന് GST എന്ന ഗ്രാൻഡ് സൗത്ത് ട്രങ്ക് റോഡിലൂടെ എയർപോർട്ടുള്ള മീനമ്പാക്കം ലക്ഷ്യമാക്കി പോവുകയാണ്. മീനമ്പാക്കം എയർപോർട്ട് എന്നായിരുന്നു പണ്ട് ഇവിടുത്തെ എയർപോർട്ട് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് പേര്. അടുത്ത കാലത്ത് വലിയ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ഇവിടെ.
അണ്ണ ഇന്റർനാഷണൽ ടെർമിനൽ അഥവാ T2 ആണിത്. 3 ടെർമിനലുകളാണ് ഈ എയർപോർട്ടിനുള്ളത്. 2 ഡൊമസ്റ്റിക് ടെർമിനലുകളും ഒരു ഇന്റർനാഷണൽ ടെർമിനലും. ഇന്റർനാഷണൽ ടെർമിനലിന് അണ്ണാദുരൈയുടെ പേരും 1ാം ഡൊമസ്റ്റിക് ടെർമിനലിന് കാമരാജിന്റെ പേരുമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു ഡൊമസ്റ്റിക് ടെർമിനലായ T3യുടെ നവീകരണം പൂർത്തിയായിട്ടില്ല. തായ്ലൻഡ്, മലേഷ്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ചൈന, സിംഗപ്പൂർ, മൗറീഷ്യസ്, UK, എത്യോപ്യ, ജർമ്മനി, ബ്രൂണൈ എന്നീ രാജ്യങ്ങളിലേക്കും വിവിധ ഗൾഫ് നാടുകളിലേക്കും ഇവിടെ നിന്ന് നേരിട്ട് വിമാന സർവീസുണ്ട്. ഇൻഡിഗോയാണ് ചെന്നൈ എയർപോർട്ട് കേന്ദ്രീകരിച്ച് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനി. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് തൊട്ടുപിന്നിൽ. പ്രതിവർഷം 2 കോടിയിലധികം യാത്രക്കാർ കടന്നുപോകുന്ന എയർപോർട്ടാണിത്. ഇവിടെ വെച്ച് രാജുവിനോടും യാത്ര പറഞ്ഞു. രാജുവിന്റെ വണ്ടിയിലായിരുന്നു 4 ദിവസത്തെ സഞ്ചാരം. അതിൽ 3 ദിവസവും രാജു കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയും ചെന്നൈയിൽ വരുമ്പോൾ രാജുവിന്റെ സേവനമുണ്ടാകും. ഞാൻ ചെക്ക് ഇൻ ചെയ്ത് നാട്ടിലേക്ക് പുറപ്പെടാനായി കാത്തിരുന്നു.